സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 100-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. കർത്താവ് നല്ലവനാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. സങ്കീർത്തകൻ താൻ അനുഭവിച്ചറിഞ്ഞ കർത്താവിന്റെ വിശ്വസ്തതയെ നമ്മോട് പങ്കുവെക്കുകയാണ്. കർത്താവ് നല്ലവനാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നതാണ്. ഏതാനും ദിവസത്തേക്കോ മാസത്തേക്കോ വർഷത്തേക്കല്ല, നിത്യം നിലനിൽക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ് തൻ്റെ വിശ്വസ്തത. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തതയിൽ പൂർണ്ണമായും ശരണപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഷാലോം ടെലിവിഷനിലൂടെയും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ എല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കും. നിങ്ങൾ എവിടെയായിരുന്നാലും ഹൃദയം തുറന്ന് വലിയ വിശ്വാസത്തോടെ കർത്താവിൻ്റെ നാമം വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണ്. അത്ഭുത രോഗശാന്തികൾ, അത്ഭുത ഡെലിവറൻസുകൾ, കർത്താവിൻ്റെ സമാധാനം, കർത്താവ് പകരുന്ന വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ, ആഴമേറിയ മാനസാന്തരം, ദൈവവചനത്തിലേക്കുള്ള നമ്മുടെ സമർപ്പണം, ഇതെല്ലാം പരിശുദ്ധാത്മാവ് പുതുക്കുന്ന നവീകരിക്കുന്ന കൃപയുടെ സമയമാണ്. മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും നമ്മൾ അലട്ടുന്ന ഒരുപാട് പ്രതിസന്ധികളും, കുടുംബത്തിൻ്റെതായ പ്രതിസന്ധികൾ, മക്കളെ കുറിച്ചുള്ള ആകുലതകള്, വേദനകള്, അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചില നൊമ്പരങ്ങള്, വിട്ടുമാറാത്ത ചില രോഗങ്ങള്, സാമ്പത്തിക പ്രതിസന്ധികള്, കുടുംബത്തിൽ അടിക്കടിക്കുണ്ടാകുന്ന ചില തകർച്ചകള്, ജോലി മേഖലയിലെ ചില പ്രശ്നങ്ങൾ, ബിസിനസ്സിലെ തളർച്ചകൾ, ഇന്നു വേണ്ട ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്റെ സഹോദര സഹോദരി, ദൈവത്തിന്റെ റൂഹ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണ്. കർത്താവിന്റെ വചനത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായും കീഴ്പ്പെട്ടുകൊണ്ട് വചനം മുറിക്കപ്പെടുമ്പോൾ വെളിപ്പെടുന്ന അഭിഷേകത്തെ സ്വീകരിക്കുവാനുള്ള അതിയായ ആഗ്രഹത്തോടെ നമ്മൾ ആയിരിക്കുന്നിടത്ത് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനും സർവാധിപനുമായ ദൈവത്തിന്റെ റൂഹ നമ്മുടെ മധ്യേ വരുന്ന സമയം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, സർവശക്തനായ പരിശുദ്ധാത്മാവേ, സർവശക്തനായ പരിശുദ്ധാത്മാവേ, സർവാധിപനായ പരിശുദ്ധാത്മാവേ, സർവാധിപനായ പരിശുദ്ധാത്മാവേ, കർത്താവിന്റെ വിശ്വസ്തതയിൽ, കർത്താവിന്റെ വിശ്വസ്തതയിൽ പൂർണ്ണമായും വിശ്വസിക്കുവാൻ, പൂർണ്ണമായും വിശ്വസിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നൽകണമേ. അടയാളങ്ങൾ നൽകണമേ. രോഗശാന്തികൾ നൽകണമേ. രോഗശാന്തികൾ നൽകണമേ. മാനസാന്തരങ്ങൾ നൽകണമേ. മാനസാന്തരങ്ങൾ നൽകണമേ. ദൈവ കൃപകൾ ചൊരിയണമേ. ദൈവ കൃപകൾ ചൊരിയണമേ. അനുഗ്രഹത്തിന്റെ സമൃദ്ധി നൽകണമേ. അനുഗ്രഹത്തിന്റെ സമൃദ്ധി നൽകണമേ. പരിശുദ്ധാത്മാവേ ശക്തിയോടെ പ്രവർത്തിക്കണമേ. ശക്തിയോടെ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മുടെ കർത്താവിന്റെ വിശ്വസ്തത നമ്മൾ ഉറപ്പോടെ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ എത്ര അനുഗ്രഹീതരാണ്. വാക്കുമാറാത്ത വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് എല്ലാം മറന്നായിരിക്കുന്നിടത്ത് കരഘോഷത്തോടെ കരങ്ങളടിച്ച് ഒരുമിച്ച് പാടി പാടി പ്രാർത്ഥിക്കുകയാണ്.
ആമേൻ. എന്റെ കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിൽ അല്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും തന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. അതാണ് നമ്മുടെ കർത്താവ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്, വാക്കുമാറാത്തവനാണ്, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ആമേൻ. ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും തന്റെ വിശ്വസ്തത മാറ്റിയില്ലല്ലോ. അങ്ങ് സ്നേഹത്തോട് ഉപമിക്കുവാൻ ഇല്ല യാതൊന്നുമില്ല പ്രിയനേ. ആ സ്നേഹബന്ധത്തെ എതിർക്കാൻ ഇല്ല ആർക്കും സാധ്യമല്ല. എന്റെ കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിൽ അല്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും തന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. ആമേൻ. കർത്താവേ, അവർ എല്ലാവരും ഒരുമിച്ച് പാടിക്കേ. അഭിഷേകം പ്രാപിച്ച് കർത്താവ് നൽകുന്ന കൃപകളെ സ്വീകരിച്ച് എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും തന്റെ വിശ്വസ്തത മാറ്റിയില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും തന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. വിശ്വസ്തനായ കർത്താവേ, ഹൃദയം തുറന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും തന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. തന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. ആമേൻ, ആമേൻ, ആമേൻ. വിശ്വസ്തത മാറ്റി കരങ്ങളും ഉയർത്തി ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഹൃദയം തുറന്നൊരുമിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, കർത്താവായ ഈശോയേ, ജീവനുള്ള ദൈവമേ, ആരാധന, ആരാധന, ആരാധന. ദൈവത്തിന്റെ റൂഹായേ വരണമേ, ദൈവത്തിന്റെ റൂഹായേ വരണമേ. എല്ലാ ശുശ്രൂഷകളിലേക്ക് വരണമേ. ഞങ്ങളെ പൂർണ്ണമായും അടിയർ വെച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരണമേ, സമൂഹങ്ങളിലേക്ക് വരണമേ. ആവശ്യങ്ങളിൽ, നിയോഗങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലേക്ക് സർവശക്തിയോടെ വരണമേ. Come Holy Spirit. Holy Spirit. Move. Hallelujah. 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 വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. കർത്താവിന്റെ വിശ്വസ്തതയിൽ വേറുറപ്പിച്ച് ചങ്കുറപ്പിച്ച് ജീവിക്കാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ. ഞങ്ങൾ അതിനെ അനോയിന്റ് ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കർത്താവിന്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുവാൻ, അവിടുത്തെ വിശ്വസ്തത എപ്പോഴും ഉറപ്പോടെ പ്രഖ്യാപിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ പ്രാപ്തരാക്കണം. സകല ഭാരങ്ങളും വേദനകളും നൊമ്പരങ്ങളെയും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റണം. Come Holy Spirit. Come Holy Spirit. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങൾ എല്ലാവരും കർത്താവിന്റെ വിശ്വസ്തതയിൽ ചങ്കുറപ്പിച്ച് ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ശൗസേ പിതാവേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ആത്മാവിനാൽ പൂരിതമാക്കുന്ന കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ റൂഹ നമുക്ക് നൽകുന്ന ആലോചന, കർത്താവിൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുക. കർത്താവിൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വചന സന്ദേശം വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ പലരും ഇന്ന് അസ്വസ്ഥരും അസംതൃപ്തരും വിവിധങ്ങളായ വിഷയങ്ങളെ പ്രതി ആകുല ചിത്തരുമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രമാത്രം അസ്വസ്ഥത?
നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആനന്ദിക്കാൻ പലപ്പോഴും നമുക്ക് വകയില്ലാത്ത വിധം കുടുംബം ഒരുപാട് ഇന്ന് അസ്വസ്ഥവും കലുഷിതവുമാണ്. മക്കളിലേക്ക് നോക്കുമ്പോൾ അവരുടെ പഠനം, അവരുടെ ഭാവി, പലപ്പോഴും വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന മക്കളുടെ ജീവിതം, അനുസരണമില്ലാത്ത എതിർ ചിന്തകളും ലോകത്തിന്റെ ദുഷിപ്പുകളും ഒരുപാട് ഇന്ന് അനേകം മക്കളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒത്തിരിയേറെ മാതാപിതാക്കളെ നൊമ്പരപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നു. വിട്ടുമാറാത്ത രോഗങ്ങൾ, അസ്വസ്ഥതകൾ എന്നു വേണ്ട നിരവധിയായ പ്രതിസന്ധികളെ ഓർത്ത് നമ്മളിൽ അനേകർ ഇന്ന് അസ്വസ്ഥരും നൊമ്പരപ്പെടുന്നവരുമാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന്റെ വചനം എന്താണ് നമ്മോട് പ്രഖ്യാപിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 13-ാം തിരുവചനം. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് എന്താണ് സംസാരിക്കുന്നത്? നമ്മളെല്ലാവരും ഈ വചനം ഒന്ന് ശ്രദ്ധിച്ച്. നമ്മൾ അവിശ്വസ്തരായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ അനേകം സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മുടെ വിശ്വസ്തത നഷ്ടപ്പെടുത്താറുണ്ട്. നമ്മുടെ ബന്ധങ്ങളിൽ, ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ, നമ്മുടെ അധികാരികളോടുള്ള ബന്ധത്തിൽ, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരുള്ള ബന്ധത്തിൽ, പൊതുസമൂഹത്തോടും സഭയോടും, അതിനേക്കാൾ എല്ലാം ഉപരി നമ്മെ വിളിച്ച നമ്മുടെ കർത്താവിനോടുമുള്ള ആ വിശ്വസ്തതയിൽ നാം പലപ്പോഴും കുറവുള്ളവരും അതിൽ ബലഹീനരുമാണ്. ദൈവത്തിന്റെ വചനം ഉറപ്പോടെ പറയുകയാണ്, നമ്മൾ അവിശ്വസ്തരായിരുന്നാലും കർത്താവ് വിശ്വസ്തനാണ്. ഇതാണ് നമ്മളേറെ സന്തോഷിപ്പിക്കുന്ന കാര്യം. നമുക്ക് പ്രത്യാശ തരുന്ന കാര്യം ഇതാണ്: നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ അവിശ്വസ്തത ദൈവം നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് ഇടപെടുവാനോ പ്രവർത്തിക്കുവാനോ സാധിക്കുകയില്ല. കാരണം അത്രമാത്രം നമ്മൾ പലപ്പോഴും അവിശ്വസ്തരും ബലഹീനരും ദുർബലരുമായി മാറാറുണ്ട്. വീണ്ടും അതിനെ വെളിപ്പെടുത്തുകയാണ്. കർത്താവിന്റെ ഈ സ്വഭാവത്തെ നിഷേധിക്കുവാൻ ഒരിക്കലും കർത്താവിന് സാധിക്കില്ല. കാരണം അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്, അനന്യനാണ്, വിശ്വസ്തനായ ദൈവമാണ്. എബ്രായ പുസ്തകം 13-ാം അധ്യായം 8-ാം വചനത്തിൽ കാണുന്നുണ്ട്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. എന്താണ് ഈ വചനം നമ്മോട് പറയുന്നത്? വർഷങ്ങൾ കഴിഞ്ഞാലും, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും, എത്രയോ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും കർത്താവിന്റെ സ്വഭാവത്തിന് മാറ്റം വരികയില്ല. കർത്താവിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുന്നില്ല. കർത്താവിന്റെ പരിശുദ്ധിക്ക് മാറ്റം വരുന്നില്ല. കർത്താവിന്റെ കാരുണ്യത്തിന് മാറ്റം വരുന്നില്ല. അവൻ അന്നും ഇന്നും എന്നും ഒരുവനാണ് എന്ന് വചനം പ്രഖ്യാപിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, എത്ര അർത്ഥവത്തായ ഒരു കാര്യമാണ്. മാറ്റമില്ലാത്ത കർത്താവിന്റെ വാക്കുകളിലും അവിടുത്തെ സ്വഭാവത്തിലും ഹൃദയമുറപ്പിക്കുവാൻ, വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും പ്രതിസന്ധികൾ നമ്മളെ അലട്ടുമ്പോൾ, പ്രതികൂലത്തിന്റെ കാറ്റുകൾ നമ്മുടെ മേൽ വീശി അടിക്കുമ്പോൾ നമ്മളാകെ അസ്വസ്ഥരും, പലരും വിഷാദത്തിലും നിരാശയിലും അസംതൃപ്തിയിലും അകപ്പെട്ടു പോവുകയാണ്. പലപ്പോഴും നമ്മുടെ നിരാശയ്ക്ക്, വിഷാദത്തിനും എന്താണ് കാരണം? കർത്താവിന്റെ വിശ്വസ്തതയിലുള്ള ബോധ്യമില്ലായ്മയാണ്. കർത്താവിന്റെ വിശ്വസ്തതയിൽ പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കുവാൻ, ചങ്കുറപ്പിക്കാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ പലപ്പോഴും സാധിക്കുന്നില്ല. 91-ാം സങ്കീർത്തനം 4-ാം വചനം പറയുന്നുണ്ട്, എന്തുമാത്രം പ്രതിസന്ധികളോ മഹാമാരികളോ തകർച്ചകളോ ദുരിതങ്ങളോ ദുരന്തങ്ങളോ പരാജയങ്ങളോ വിട്ടുമാറാത്ത രോഗപീഠകളോ എന്തു തന്നെ സംഭവിച്ചാലും
വചനം എന്താണ് വെളിപ്പെടുത്തുന്നത്? കർത്താവിന്റെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. ഹല്ലേലൂയ! എത്ര പവർഫുള്ളായ വാഗ്ദാനമാണിത്. നേരമില്ല, കാലമില്ല, സമയമില്ല, സാഹചര്യം എന്തുമാവട്ടെ, കർത്താവിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ പൈതലേ, എനിക്കും നിനക്കും കവചവും പരിചയമായിരിക്കുമെന്ന് ജീവനുള്ള വചനം പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റും? ഏത് പ്രതിസന്ധിയിലും നാം നശിച്ചു പോകാതെ, നാം തകർന്നു പോകാതെ, ഒരു പരിച പോലെ നമ്മളെ പൊതിഞ്ഞു സൂക്ഷിക്കുവാൻ കർത്താവിന്റെ വിശ്വസ്തതയ്ക്ക് കഴിയുമെന്ന് നമുക്ക് ബോധ്യമുണ്ടോ? നമുക്കുറപ്പുണ്ടോ? എന്റെ സഹോദരങ്ങൾ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അസംതൃപ്തരും പിറുപിറുക്കുന്നവരും നിരാശിതരും വിഷാദികളുമായി മാറ്റപ്പെടുകയില്ല. പലപ്പോഴും നമുക്ക് ഈ ഉറപ്പില്ല. നമ്മൾ വചനം വായിക്കുന്നുണ്ട്, വചനം ധ്യാനിക്കുന്നുണ്ടെങ്കിലും കർത്താവിന്റെ മാറ്റമില്ലാത്ത ഈ സ്വഭാവത്തിൽ ഹൃദയമുറപ്പിക്കുവാൻ, പൂർണ്ണമായും വിശ്വസിക്കുവാൻ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. പൗലോസ് അപ്പോസ്തലൻ സഭയോട് പറയുന്നു, തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ തിരുവചനമാണ്. വിശ്വാസം എല്ലാവർക്കുമില്ല. ഇത് വളരെ ഒരു വലിയ സത്യമാണിത്. വിശ്വാസം എല്ലാവർക്കുമില്ല. നമ്മൾ വിശ്വസിക്കുന്നു 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 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ വിശ്വാസം നമുക്കില്ല പ്രിയപ്പെട്ടവൻ. വീണ്ടും അതിനെ വെളിപ്പെടുത്തുകയാണ്, കർത്താവ് വിശ്വസ്തനാണ്. വിശ്വാസം എല്ലാവർക്കുമില്ല, എന്നാൽ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് നിങ്ങളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയ! എത്ര അനുഗ്രഹദായകമായ വചനമാണിത്. നമ്മൾ മറ്റുള്ളവരെ നോക്കണ്ട, നമ്മുടെ കൂടെയുള്ളവരെ ശ്രദ്ധിക്കണ്ട, ഈ ലോകത്തിന്റെ പാഴ്വാക്കുകള് നമ്മൾ ഫോളോ ചെയ്യണ്ട. എന്റെ സഹോദരി സഹോദരങ്ങളെ, അവര് വിശ്വസിക്കുന്നുണ്ടോ? ഇവര് വിശ്വസിക്കുന്നുണ്ടോ? ഈ വ്യക്തി വിശ്വാസം അനുസരിച്ചാണോ ജീവിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും ചകഞ്ഞ് നോക്കണ്ട. കർത്താവിന്റെ വചനം എന്താ പറയുന്നത്? നീ കർത്താവിന്റെ വിശ്വസ്തതയിലേക്ക് നോക്ക്. മനുഷ്യരിലേക്കല്ല നീ നോക്കേണ്ടത്, കൂടെയുള്ളവരിലേക്കല്ല നോക്കേണ്ടത്. ചിലപ്പോൾ സഭയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക്, അധികാരികളിലേക്കല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ വിളിച്ചവനായ, നമ്മളെ തെരഞ്ഞെടുത്തവനായ, നമുക്ക് രൂപം നൽകിയവനായ കർത്താവിന്റെ വിശ്വസ്തതയിലേക്ക് നീ ശ്രദ്ധിക്കുക. അവിടെ നീ കണ്ണുറപ്പിക്കുക, അവിടെ നീ ഹൃദയമുറപ്പിക്കുക. നിനക്ക് ആശ്വാസം ലഭിക്കും, നിനക്ക് സ്വാതന്ത്ര്യം ലഭിക്കും, നമുക്ക് ഡെലിവറൻസ് ഉണ്ടാകും, നമ്മുടെ ജീവിതങ്ങൾ പുതുബലത്താൽ നിറയപ്പെടും. ഹല്ലേലൂയ! ഇതാണ് വചനം പഠിപ്പിക്കുന്നത്. കർത്താവ് വിശ്വസ്തനാണ്. വീണ്ടും പൗലോസ് ശ്ലീഹ തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5:24. പലപ്പോഴും വിവിധങ്ങളായ ശുശ്രൂഷകളുമായി മുന്നോട്ട് പോകുമ്പോൾ എന്നെ ഒരുപാട് ബലപ്പെടുത്തിയിട്ടുള്ള വചനമാണിത്. ഈ വചനത്തിൽ നിന്ന് പലപ്പോഴും ദൈവത്തിന്റെ റൂഹ എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്, എന്നെ എൻകറേജ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എനിക്ക് ബലം നൽകിയ ഒരു തിരുവെഴുത്താണിത്. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ അതിനെല്ലാവരും ഉറക്കേറ്റു പറഞ്ഞ്, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മളെ വിളിച്ചിരിക്കുന്നത് മനുഷ്യരല്ല, നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിന്റെ സംവിധാനങ്ങളോ മറ്റൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, സർവശക്തനായ കർത്താവാണ് എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ടാകണം, വാക്കു പറഞ്ഞ് ചതിക്കുന്നവനെല്ലാം നമ്മുടെ കർത്താവ്. തന്റെ വചനങ്ങളോട്, തന്റെ വാഗ്ദാനങ്ങളോട്, തന്റെ വിളിയോട് പൂർണ്ണമായും വിശ്വസ്തത പുലർത്തുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് കുടുംബ ജീവിതത്തിലോ, സമർപ്പിത ജീവിതത്തിലോ, പൗരോഹിത്യ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും വിളിച്ചവനായ കർത്താവിന്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുക. അവിടെ നീ മുട്ടുമടക്ക്, അവിടെ ഹൃദയമുറപ്പിക്ക്.
അവിടെ നീ കരങ്ങൾ ഉയർത്ത് നിലവിളിക്ക്. കർത്താവിൽ നിന്ന് കൃപ ഒഴുകപ്പെടും, കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടും. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കർത്താവ് ഇറങ്ങി വന്ന് ഇടപെടുന്നത് ദൈവത്തിന്റെ പൈതലേ എനിക്ക് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും. ഓ, എത്ര പ്രത്യാശയുള്ളതാണിത്! അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും. ഈ വചനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചു. ഒരിക്കലും തന്റെ വചനത്തിന് വിരുദ്ധമായി, തന്റെ വചനത്തിന് വ്യവസ്ഥ വിട്ട് പ്രവർത്തിക്കുവാൻ കർത്താവിന് സാധിക്കില്ല. നമ്മൾ വചനത്തിൽ കണ്ടില്ലേ, തന്നെ തന്നെ നിഷേധിക്കാൻ അവന് സാധിക്കില്ല. സംഖ്യായുടെ പുസ്തകം 23 അധ്യായത്തിൽ പറയുന്നുണ്ട്, വ്യാജം പറയാൻ അവിടുന്ന് മനുഷ്യനല്ല, മനുഷ്യരെ പോലെ നുണ പറയുന്നവനല്ല കർത്താവ്. അവൻ വിശ്വസ്തനാണ്, സത്യവാനാണ്. ഓ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കണം. അപ്പൊ എന്ത് പ്രതിസന്ധി ആവട്ടെ, പലപ്പോഴും ശുശ്രൂഷ മേഖലകളിൽ, പ്രത്യേകിച്ച് മാധ്യമ ശുശ്രൂഷകൾക്ക് പലപ്പോഴും ഒരുപാട് പ്രതിസന്ധികളൊക്കെ വന്നിട്ടുണ്ട്. ചില കൊടുങ്കാറ്റുകളൊക്കെ ആഞ്ഞടിക്കുന്നുണ്ട്. എന്നാൽ ഈ വചനം പലപ്പോഴും ഉറപ്പ് തരാറുണ്ട്. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ വരുമ്പോൾ, ശുശ്രൂഷകളിൽ പൈശാചികമായ പോരാട്ടങ്ങൾ വെളിപ്പെടുമ്പോൾ, പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ പുറത്തുനിന്നും അകത്തുനിന്നും ഉണ്ടാകുമ്പോഴെല്ലാം പലപ്പോഴും മാനസികമായ ചില നൊമ്പരങ്ങളും വേദനകളൊക്കെ പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. എന്നാൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഞാൻ ഉറപ്പോടെ പറയട്ടെ, 1 തെസ്സലോനിക്കർ 5:24 ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ റൂഹ എന്നെ പല പ്രാവശ്യം ബലപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ! വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്, അവൻ പൊട്ടനല്ല. വിളിച്ച കർത്താവ് ചതിക്കുന്നവനല്ല. വിളിച്ച കർത്താവ് സർവാധിപനാണ്, ഓൾ സഫിഷ്യന്റ് ആണ്. നമ്മുടെ ഏത് ആവശ്യങ്ങളെക്കാളും വലിയവനാണ് നമ്മുടെ കർത്താവ്. അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും. ഈ വചനത്തോട് ബന്ധപ്പെട്ട് 100 അനുഭവങ്ങൾ പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളിത് നോക്കിക്കേ, എന്തുമാത്രം അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട്. അതിനാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന പ്രശ്നങ്ങളിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മളെ അസ്വസ്ഥപ്പെടുത്തുമാറ് അലയടിച്ച് വരുന്ന പ്രതികൂലങ്ങളിലേക്ക് നോക്കി ഭയപ്പെടുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ വിളിച്ച കർത്താവിന്റെ വിശ്വസ്തതയിൽ പൂർണ്ണമായി വിശ്വസിക്കണം, അവിടെ ശരണപ്പെടണം, ട്രസ്റ്റ് ചെയ്യണം നമ്മൾ. ബാക്കി പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചോളും. അതാണ് വചനം പഠിപ്പിക്കുന്നത്. 1 കൊരിന്തോസ് 1:9 വചനം പറയാണ്, കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടിയുള്ള സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. പരിശുദ്ധാത്മാവ് വിശ്വസ്തനാണ്. പുത്രനായ യേശുക്രിസ്തു വിശ്വസ്തനാണ്. ആബാപിതാവ് നമ്മുടെ അപ്പ വിശ്വസ്തനായ ദൈവമാണ്. വീണ്ടും പൗലോസിലെ കൊരിന്ത്യർ സഭയ്ക്ക് 1 ലേഖനം 10:13 പറയാ, നമ്മുടെ ബുദ്ധിക്ക് അതീതമായ, നമുക്ക് താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്രലോഭനവും നമ്മൾ നേരിട്ടിട്ടില്ല. കാരണം കർത്താവ് വിശ്വസ്തനാണ്. നമ്മുടെ കപ്പാസിറ്റി നമുക്ക് രൂപം നൽകി കർത്താവിന് അറിയത്തില്ലേ? കർത്താവിനെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് എന്തോരം ഭാരം എടുക്കാൻ പറ്റും, എനിക്ക് എന്തുമാത്രം ഈ പ്രതിസന്ധി ഓവർകം ചെയ്യാൻ പറ്റും, ഈ പ്രതിബന്ധത്തിന് കാറ്റ് ആഞ്ഞടിച്ചാലും എനിക്ക് എന്തുമാത്രം കൃപയോടെ ഉറച്ചു നിൽക്കാൻ പറ്റും. എന്റെ കപ്പാസിറ്റി എന്നേക്കാൾ എത്രയും അധികമായി എന്റെ കർത്താവ് അറിയുന്നു. അതാ വചനം പറയുന്നത്. ഇപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, ഓ ദൈവം അറിയുന്നില്ലേ, ഈ പ്രശ്നം കർത്താവ് കാണുന്നില്ലേ, ഈ കണ്ണുനീര് കർത്താവ് അറിയുന്നില്ലേ, എന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ലേ, എന്തുകൊണ്ടാണ് ഈ തകർച്ച, ഈ ദുരന്തം, ഈ ദുരിതം ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ, ഇതെന്തൊരു ജീവിതമാണ് എന്ന് പറഞ്ഞ് നീ വിലപിക്കണ്ട. നരകിച്ച് നിന്റെ ജീവിതം തള്ളി നീക്കണ്ട. ദൈവത്തിന്റെ പൈതലേ, വിശ്വസിക്കുക, ട്രസ്റ്റ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക, കർത്താവിന്റെ വിശ്വസ്തതയിൽ ശരണപ്പെടുക. വെളിപാട് പുസ്തകം 19:11 പറയുന്നു, അപ്പോസ്തലൻ യോഹന്നാൻ ഒരു ദർശനം കാണുകയാണ്. ഒരു വെള്ളക്കുതിര. അത്ര മനോഹരമായ ദർശനമാണ്. ഒരു വെള്ളക്കുതിര. ആ വെള്ളക്കുതിരയുടെ പുറത്തിരിക്കുന്നവർ ഞാൻ കണ്ടു. അതാരാ? നമ്മുടെ കർത്താവാണ്.
രാജാതി രാജാവായി കർത്താവ് വീണ്ടും വരികയാണ്. ആ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ പേരെന്താണ്? അവൻ വിശ്വസ്തനും സത്യവാൻ എന്ന് വിളിക്കപ്പെടുന്നു. അപ്പൊ കർത്താവിന്റെ പേര് തന്നെ വിശ്വസ്തൻ എന്നാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ പേര് തന്നെ വിശ്വസ്തനാണ്. പിന്നെ എന്തിനാ അസ്വസ്ഥപ്പെടണേ സഹോദര? എന്റെ പൊന്നു സഹോദരൻ, നീ എന്തിനാ ഭാരപ്പെടുന്നത്? നീ എന്തിനാ പ്രയാസപ്പെടണേ? നീ എന്തിനാ ടെൻഷൻ അടിച്ച് നിന്റെ പ്രഷർ കൂട്ടുന്നേ? നിന്റെ ഷുഗർ വർദ്ധിപ്പിക്കണേ? സമാധാനം കെടുത്തിക്കളയുന്നത്? ഭാരപ്പെടാതിരിക്കേ. എല്ലാ നൊമ്പരങ്ങളും, നമ്മൾ അലട്ടുന്ന എല്ലാ പീഡകളും കർത്താവിന്റെ വിശ്വസ്തതയിൽ കേൾപ്പിച്ചു കൊടുക്ക്. അവൻ സത്യവാനായ ദൈവമാണ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ അസാധ്യമായ യാതൊന്നുമില്ല. അവൻ എൽ ഷദായാണ്, ഓൾ മൈറ്റി ആണ്, ഓൾ സഫിഷ്യന്റ് ആണ്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതങ്ങ് ചങ്കിലേക്ക് ഏറ്റെടുക്കണം, നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കണം. ദൈവം തരുന്ന ഈ ആലോചന, ഈ പ്രവചന സന്ദേശം നമ്മൾ ഏറ്റെടുത്ത് ബലപ്പെടണം സഹോദരങ്ങളെ. ഈ സത്യം തിരിച്ചറിയുക, പൂർണ്ണമായും കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ കീഴ്പ്പെടുക. വചനം സത്യമല്ലേ? യേശു പറഞ്ഞില്ലേ, ആകാശം ഭൂമിയും മാറിയാലും എൻ്റെ വചനം മാറുകയില്ല. മാറ്റമില്ലാത്ത കർത്താവിന്റെ വിശ്വസ്തതയിലെ, കർത്താവിന്റെ വചനങ്ങളിലെ പൂർണ്ണമായും ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം കൂടുതൽ കൃപയോടെ നയിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം. നമ്മുടെ കുടുംബങ്ങളിലേക്കെല്ലാം ഈ വിശ്വസ്തത വ്യാപരിക്കട്ടെ. 31 സങ്കീർത്തനം 5 ദാവീദ് പറയുന്നുണ്ട്, വിശ്വസ്തനായി എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ചു. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് നമ്മുടെ മക്കളെ അനുഗ്രഹിക്കാൻ പറ്റും, നമ്മുടെ മക്കളെ അനോയിന്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ കുടുംബത്തെ കൂടുതൽ കൂടുതൽ കൃപയിൽ വളർത്താൻ പറ്റും, നമ്മുടെ സമൂഹങ്ങളെ പരിശുദ്ധാത്മ അനുഭവമുള്ളതാക്കി മാറ്റാൻ പറ്റും, നമ്മുടെ ആവശ്യങ്ങളെ നടത്താൻ പറ്റും, നമ്മുടെ നിയോഗങ്ങളും നമുക്ക് വേണ്ടതെല്ലാം ചേർത്ത് തരാൻ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് കഴിയും. എൻ്റെ കർത്താവിൻ്റെ വിശ്വസ്തത എന്നെ രക്ഷിച്ചു. ഇത്ര മനോഹരമായ വചനമാണ്. നമുക്ക് ഈ വചനങ്ങളിൽ പൂർണ്ണമായും ശരണപ്പെട്ടുകൊണ്ട് കർത്താവിനെ അധികമായി സ്നേഹിക്കുക. കർത്താവിനെ അധികമായി സ്നേഹിച്ച് അവിടുത്തെ ഹൃദയത്തിന് ആശ്വാസം കൊടുക്കുക. ഈ ജൂൺ മാസം ഹൃദയത്തിന് പ്രത്യേക വണക്കമാസമാണ്. കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന് ആ ഹൃദയത്തിന് തുടിപ്പുകൾ അനുഭവിച്ച് അവിടുത്തെ ഹൃദയത്തിന് ആശ്വാസം കൊടുക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയട്ടെ. അതിനായി പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ റൂഹ നമ്മെ സഹായിക്കട്ടെ. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും വിശ്വസ്തനായ നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ.